ഗലിതം ച തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം ഭജ ഗോവിന്ദം. ഗോവിന്ദം ഭജ മൂഢമതേ. കണ്ണുപോയി, കാതുപോയി, ഇനിയൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അത്രത്തോളം ആള് തളർന്നിരിക്കുകയാണ്. എന്നിട്ടും എന്തു പോയിട്ടില്ല? ആശാപിണ്ഡം. അപ്പോഴും ഒരു പെൺകുട്ടിയെ കാണുമ്പം ഇതിനെ കെട്ടാൻ പറ്റുമോ? മോഹം മനസ്സിലുണ്ടേ, വിട്ടുപോകുന്നില്ല മോഹം. അപ്പോഴും 97 വയസ്സാകുമ്പോഴും സീരിയൽ കണ്ടത് മതിയിട്ടില്ല. ഓ, അവളുടെയൊക്കെ ജീവിതം എത്ര ഭാഗ്യം, അവൻ്റെയൊക്കെ ജീവിതം, ഇനി അതുപോലൊരു ജീവിതം എനിക്ക് കിട്ടുമോ ഭഗവാനെ? 99-ാമത്തെ വയസ്സിലേ മോഹം മാറണ്ടേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇത് അനുഭവിച്ച് കടന്നു പോകുമ്പോൾ അത് വേണ്ട വിധത്തിൽ വിവേകത്തോടുകൂടി അതിലൂടെ കടന്നു പോയിട്ടില്ല. അന്ന് മനസ്സിൽ മോഹങ്ങൾ വെച്ചിരിക്കുകയാണ്, ഇനി എപ്പോഴെങ്കിലും അതൊക്കെ സാധിക്കുന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ആ ലോകത്തിലാണ് പലരും ഇരിക്കുന്നത് പറയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കടന്നു പോകും തോറും നമ്മൾ വിവേകത്തോടുകൂടി കടന്നു പോയാൽ ഇതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഏതിലേക്ക് ഉയർത്താൻ സാധിക്കും? എൻ്റേതെന്ന് പറയുന്ന. അപ്പം നമുക്ക് എൻ്റേതെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ കൂടെയുള്ളവരാവില്ല. എൻ്റേതെന്ന് പറയുന്നത് നമ്മളെ നിലനിർത്തുന്ന ഭഗവാൻ തന്നെയാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇങ്ങനെയാണ് ഈ സൃഷ്ടി വച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേവലം ഭോഗത്തിന് വേണ്ടിയിട്ടല്ല. രാമായണത്തിൽ അതിമനോഹരമായൊരു വരിയുണ്ട്: ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. ഈ ഭോഗത്തെ നീ വിടണ്ട ലക്ഷ്മണ, ഈ ഭോഗം വിധികൃതം വർജിക്കണ്ട, ഭോഗം അനുഭവിച്ചോളൂ. പക്ഷെ ഇത് ഭോഗത്തിന് വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം അനുഭവിക്കണം, ഇതെല്ലാം വിട്ടുകൊണ്ട് ക്രമേണ മനസ്സിനെ ഉയർത്തുകയും വേണം. നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ഒരു സംസ്കാരം തന്നതുകൊണ്ടുണ്ടല്ലോ, നമ്മുടെ പൂർവികന്മാർക്ക്, രാജാക്കന്മാർക്ക് നല്ലൊരു മഹത്തായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഭാര്യയും മക്കളും എല്ലാവരും അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം അവരെ ഏൽപ്പിച്ചുകൊണ്ട്, ഇതൊന്നും എൻ്റേതല്ല, എല്ലാ സമ്പൽ സമൃദ്ധിയും ഏൽപ്പിച്ചുകൊണ്ട് വെറും മരവുരി ഉടുത്തുകൊണ്ട് രാജ്യത്തിൽ നിന്നും ഇറങ്ങാൻ സാധിക്കുന്ന ധീരന്മാരായിട്ടുള്ള ഒരു രാജപരമ്പര നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഇത് അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം വിട്ടുകൊണ്ട് ഇതൊന്നും എൻ്റെ അല്ല, ഇതൊക്കെ ഇനി നിങ്ങൾ അനുഭവിക്കൂ. അവർക്കൊരു ഉപദേശവുമുണ്ട്: നിങ്ങളും ഇതുപോലെ ഇത് അനുഭവിക്കണം, നിങ്ങളും ഒരു ദിവസം ഇതെല്ലാം വിട്ടുകൊണ്ട് ഇനി എങ്ങോട്ട് പോകണം? ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത വന്യമൃഗങ്ങൾ ജീവിക്കുന്ന കാട്ടിൽ അവരവിടെ പോയിരുന്നിട്ട് വല്ല നദിയുടെയും തീരത്തിരുന്നു കൊണ്ട്, വീടുമില്ല, ഒന്നുമില്ല, അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ധ്യാനത്തിലൂടെ അവർക്ക് ഉയർത്താൻ സാധിക്കുമായിരുന്നു. അന്ന് അവർ കൊട്ടാരത്തിലിരുന്ന പത്നിമാരിലൂടെ അനുഭവിച്ച, എല്ലാ സമ്പൽ സമൃദ്ധിയിലൂടെയും അനുഭവിച്ച സുഖത്തിൻ്റെ പരമകാഷ്ഠയാണ് അവരനുഭവിച്ചിരുന്നത്. പരമസുഖം അവരനുഭവിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു പരമാനന്ദം വേറെ ഒന്നുമില്ല. അത്ര സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ധന്യതയോടെ മനസ്സിനെ ഉയർത്താൻ അവർക്ക് സാധിച്ചു. ആ മണ്ണിലാണ് ഞാനും നിങ്ങളും ജനിച്ചു വീണിരിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാഴ്ചപ്പാടുണ്ടാവണം. ഈ സൃഷ്ടിയെല്ലാം വികസിച്ചത് കാലത്തിൻ്റെയും കാമത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ബീജത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ വികാസമാണെങ്കിൽ ഇതെന്തിനാണ് ഇതൊക്കെ വികസിപ്പിച്ച് വച്ചിരിക്കുന്നത്? ഈ ശരീരം ഇവിടെ നിലനിൽക്കണം. ഈ ശരീരം നിലനിന്നാൽ മാത്രം പോരാ, ഈ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ ആ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി അതിനെ ഭഗവാനിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് ഭോഗങ്ങളും വേണം. ഇനി ശരീരത്തെ കൊണ്ട് യോഗവും ചെയ്യിച്ചുകൊണ്ട് എൻ്റേതെന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ആ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് എൻ്റേതെന്ന് പറയുന്ന സാധനങ്ങളിൽ നിന്ന് മനസ്സിനെ ക്രമേണ വേർപ്പെടുത്തി എൻ്റേതെന്ന് പറയുന്ന യഥാർത്ഥമായ, സത്യമായ, ശാശ്വതമായ, സനാതനമായ പരമസത്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ എത്തിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ പറയുന്നത്? ഈ കാഴ്ചപ്പാട് ഋഷീശ്വരന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, എന്താണ് സൃഷ്ടി? സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന ശക്തികളുടെ വികാസമാണ് സൃഷ്ടി. ഇവിടെ പുതിയതായി ഒന്നും ഉണ്ടാവുന്നില്ല അത്രേ. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉള്ളത് തന്നെയാണ് വികസിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ അനുഭവിക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ടല്ലോ, നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതിലപ്പുറം ഒന്നും ഇവിടെ പുതിയതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല.
നമ്മൾ ആശ്ചര്യത്തോടുകൂടി നമ്മൾ ഓരോ ഉപകരണങ്ങൾ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് തോന്നും ഇതൊക്കെ പുതിയതായിട്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചിരിക്കണം, അതിന് തണുപ്പിക്കാനുള്ള സംവിധാനം. തണുപ്പ് എന്നുള്ളൊരു ശക്തി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ തണുപ്പിക്കാൻ പറ്റുന്നത്, ആണോ? നിങ്ങൾ AC മേടിച്ച് വെച്ചിരിക്കണം, തണുപ്പിക്കാനുള്ളൊരു സംവിധാനം, തണുപ്പ് എന്നുള്ളൊരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ തണുപ്പിക്കാൻ പറ്റുന്നത്, അല്ലേ? ആണോ അല്ലയോ? അത് പ്രകൃതിയിലുള്ളതാണ്. ഇനി നിങ്ങൾ ടെലിഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കണം, കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഈ സാധനങ്ങൾ ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതിനുള്ള കഴിവുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നല്ല തെളിവാണ് ഉദ്ധവരോട് പറയുന്നത്. ഉദ്ധവരെ, വിതുരൻ വഴിയിൽ വെച്ച് അങ്ങേ കാണും, അങ്ങ് ഞാൻ പറയുന്ന കാര്യം വിതുരരോട് പറയണം. അതുപോലെ തന്നെ തൻ്റെ സാരഥിയായിരിക്കുന്ന ധാരുകനോട് പറയുന്നുണ്ട്, അർജുനൻ പുറപ്പെട്ടിരിക്കുന്നു ദ്വാരകയിലേക്ക്. അർജുനൻ വന്നു കഴിഞ്ഞാൽ പറയണം ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകാൻ. ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന് പറയാൻ സാധിക്കുന്നത് അർജുനനും കൃഷ്ണനും തമ്മിൽ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ വിളിക്കാതെ തന്നെ പറയാതെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ കഴിവുകൾ ഇല്ലാത്തതിന് കാരണം നമ്മൾ അത്രത്തോളം സ്ഥൂലതയിലേക്ക് വന്നു. സൂക്ഷ്മതയിലേക്ക് പോകും തോറും ഉണ്ടല്ലോ നമുക്കത് മനസ്സിലാവും. ഈവൻ കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ടെന്നാണ് പറയുന്നത്. ഭാരതത്തിലെ ഒരു ഋഷീശ്വരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ദക്ഷിണാമൂർത്തി എന്നാണ്. ദക്ഷിണാമൂർത്തി. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആരെങ്കിലും ശിഷ്യന്മാർ വന്നാൽ മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. വാക്കുകളില്ല. എങ്ങനെയാണ്? മൗനത്തിലൂടെയാണ്. അദ്ദേഹം ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ശിഷ്യന് മനസ്സിലാവും ഇദ്ദേഹം എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വാക്കുകളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ പൂർവികർ. മനസ്സിലായി? അപ്പോൾ ഇന്ന് സാധനങ്ങൾ കാണുന്നതൊക്കെ നേരത്തെ തന്നെ വേറൊരു രൂപത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുകൊണ്ട് വാർത്താവിനിമയ കാര്യങ്ങളൊക്കെ, ഇതെല്ലാം അതിൻ്റെയൊക്കെ വകഭേദങ്ങൾ മാത്രം, പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഉള്ളതിൻ്റെ ഒരു വികാസം മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം. ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് നേരത്തെ അന്തർലീനമായത് പ്രകടമാവുകയാണ്. ഒരു അച്ഛനിലും അമ്മയിലും, അച്ഛനും അമ്മയുമാവാനുള്ള ശക്തി അന്തർലീനമായത് കാലത്തിൻ്റെ ശക്തിയാൽ അത് പ്രകടമാവുന്നു. പ്രകടമാവുന്നതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. മാനിഫെസ്റ്റേഷൻ. ഇന്ന് ആധുനിക ഫിസിസിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരും പറയുന്നു എനർജിയിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ചതെങ്കിൽ എന്നും എനർജി അതേ അളവിൽ അതേ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നു. ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴി മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ആ കോഴിമുട്ടയിൽ എത്രത്തോളം എനർജി ഉണ്ടോ ആ കോഴിമുട്ട വീണ്ടും കോഴിയായി ഇപ്പോൾ 2009 വന്നാൽ ആ കോഴിമുട്ടയിലും അത്രയും സെയിം എനർജി ലെവൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിരുന്നോ അത് വേറൊരു രൂപത്തിൽ അതേ എനർജിയും ശക്തിയും ഇന്നും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു പുതുമയല്ല എന്ന് പറയുകയാണ്, ഇതെന്നും ഉണ്ട്. അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ ഇതിനെ വിളിക്കുന്നത്, ഈ സൃഷ്ടിയെ വിളിക്കുന്നത് കാലചക്രം, സൃഷ്ടിചക്രം എന്നാണ്. എന്താ സൃഷ്ടിചക്രം എന്ന് പറഞ്ഞാൽ? എന്നും ഇപ്പം ഞാനും നിങ്ങളുണ്ടല്ലോ മരിച്ചുപോയാൽ കഴിയുന്നില്ല അതിൽ, വീണ്ടും ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കലിയുഗമാണ്. ഇനി കലിയുഗം പോയാൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയില്ലേ? സത്യയുഗം വരും, പിന്നീട് ത്രേതായുഗം വരും, വീണ്ടും ദ്വാപരയുഗം വരും, വീണ്ടും കലിയുഗം വരും. എന്നാൽ ഇതിനൊരു അവസാനം? ഇതിനൊരിക്കലും അവസാനമില്ല. അല്ല സ്വാമി, അപ്പം വീണ്ടും നമ്മൾ ജനിക്കണം, വീണ്ടും മരിക്കണം, ഇങ്ങനെ വരണോ? തീർച്ചയായിട്ടും. എത്ര ജന്മം വരെ? എത്ര ജന്മം വരെ? ഈ ചക്രം തിരിയുന്നതിൻ്റെ പിന്നിൽ, ചക്രത്തിൻ്റെ എല്ലാം പിന്നിലൊരു കാലചക്രത്തിൻ്റെ പിന്നിൽ കാലാതീതമായൊരു ശക്തിയുണ്ട്. ഭഗവാൻ ഗീതയിൽ വളരെ മനോഹരമായി പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായ. കാലമാകുന്ന ശക്തി കൊണ്ട് ഞാൻ ഈ പ്രകൃതിയാകുന്ന ചക്രത്തെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കറങ്ങും. ചിലർ പറയും ആത്മഹത്യ ചെയ്താൽ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. വീണ്ടും ആ മനസ്സിന് വീണ്ടും ജനിക്കണം, വീണ്ടും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം.
നിങ്ങൾക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ എങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം? എങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം? ഭഗവാൻ പറയുന്നു, ക്രമേണ ക്രമേണ മനസ്സിലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കാലവും അതുപോലെ തന്നെ കാമവും കർമ്മവും ഒക്കെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. നോക്കൂ, ഒരു കാലത്തിൻ്റെ നിയോഗം എന്ന വണ്ണം ശ്വാസം അകത്തേക്ക് വരുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. കാലത്തിൻ്റെ നിയോഗം എന്ന വണ്ണം മനസ്സുണരുന്നു, മനസ്സ് ചിന്തിക്കുന്നു, വീണ്ടും മനസ്സ് ഉറങ്ങുന്നു. കാലത്തിൻ്റെ നിയോഗം എന്ന വണ്ണം ഈ ശരീരം ശിശുഭാവമായിരുന്നു, ക്രമേണ ക്രമേണ മാറി 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 അത് ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. ഈ ശരീരം ശൈശവം വിട്ടു, ബാല്യം വിട്ടു, കൗമാരം വിട്ടു, യൗവനം വിട്ടു. ഇതൊന്നും പിടിച്ചു വെക്കാൻ എനിക്ക് സാധ്യമല്ല. പക്ഷെ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തികൾക്കെല്ലാം എൻ്റെ ഉള്ളിൽ നടക്കണമെങ്കിൽ എന്നിൽ നിറഞ്ഞിരിക്കുന്നൊരു ഈശ്വര ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണെങ്കിൽ ഈ ശ്വാസത്തിനനുസരിച്ച് വരുന്നുമില്ല, പോകുന്നുമില്ല, ചിന്തകൾക്കനുസരിച്ച് പോകുന്നുമില്ല, വരുന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ ശരീരം വളരുന്നതിനും അനുസരിച്ച് ആ ചൈതന്യം വളരുന്നില്ല. അതെന്നും ഒരേപോലെയാണ്, ഒരേപോലെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റേതെന്ന് പറയുന്നത് ആ ഭഗവാനാണെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ കൂടെയുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ക്രമേണ ക്രമേണ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക് തിരിക്കണം. അപ്പം ഭഗവാനും കൂടെയുണ്ട്, ലോകവും കൂടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ളവർ പോയാലും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധമുറച്ചാൽ അവരെ മനസ്സിനെ തളർത്താൻ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും വസ്തുവിനും സാധ്യമല്ല. ഇതല്ലേ വേണ്ടത്? ഇതല്ലേ ആത്മീയത? ഇത് നമ്മൾ ഒരു വശം മാത്രം ഉറപ്പിക്കാതെ മറുവശം മാത്രം സൃഷ്ടിയിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ പോയാൽ ഈ സൃഷ്ടിക്ക് നമ്മളെ തളർത്താൻ സാധിക്കും. എൻ്റേതെന്ന് പറയുന്നത് നാളെ എന്നെ ദുഃഖിപ്പിക്കും, എന്നെ വേദനിപ്പിക്കും, എന്നെ കരയിപ്പിക്കും, എന്നെ തളർത്തും. അതുകൊണ്ട് എനിക്കെന്താ നഷ്ടം? അതും നഷ്ടം, എൻ്റെ ജീവിതവും എനിക്ക് നഷ്ടം. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ കരുതുകയാണെങ്കിലോ, ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അത് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, നിലനിന്നാലും ശരി നിലനിന്നില്ലെങ്കിലും ശരി, എൻ്റെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലോ, എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും ഭഗവാൻ കൂടെയുണ്ടല്ലോ എന്ന വിവേകപരമായ ഒരു ചിന്തകൾ, ഒരു ആശ്വാസത്തിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിന് അല്പനേരത്തേക്കെങ്കിലും ഒരു ആശ്വാസവും ധൈര്യവും ഉയർച്ചയും തരില്ലേ? നമ്മളെ കൺസോൾ ചെയ്യേണ്ടത്, നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഉപദേശിക്കേണ്ടത്, നമ്മളെ ഉയർത്തേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയല്ലേ? ഇത് നമ്മൾ ആത്മീയതയിലൂടെ നേടിയെടുക്കണം. ഇപ്രകാരം പറഞ്ഞു. അതുകൊണ്ട് പറയാണ്, നാരദരെ, ഇത് മനസ്സിലാക്കൂ. ഇപ്രകാരം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തെ അങ്ങക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സർവം പുരുഷയേവേദം ഭൂതം ഭവ്യം ഭവശ്യൽ തേനേദം ആവൃതം വിശ്വം വിദസ്തി അതിതിഷ്ഠതി. സർവം പുരുഷയേവേദം, എല്ലാം ആരിലാണ് ഇരിക്കുന്നത്? പുരുഷനിലാണ് ഇരിക്കുന്നത്. ഒരു ചിന്തയും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലാവുമെന്ന് എനിക്കറിയില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതുണ്ടല്ലോ, ശരീരമാണ് നമുക്ക് ഏറ്റവും വലുത്. ആ ശരീരത്തിലൊരു മനസ്സും ശരീരവും നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിൽ ഒരു ജീവനും. അപ്പം ശരീരം വലുതും മനസ്സതിനും ചെറുതും ജീവൻ അതിലും ചെറുതും. അപ്പം നമ്മൾ കൂടുതൽ വലുതായി കാണുന്നത് ആരെയാണ്? ശരീരത്തെയാണ്. എന്നാൽ അല്പം വിവേകം കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, ഈ ശരീരത്തിൻ്റെ രൂപം, ഇതിനേക്കാളും ശക്തി നമ്മുടെ മനസ്സിനല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കണു, നിങ്ങൾ എണീക്കണു, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് ബോധം പോകുന്നു, അതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നു, അതാകെ തലതിരിയുന്നു. എന്താ സംഭവിക്കുക? ശരീരം താഴെ വീഴും. അപ്പം ഇത്ര ഭാരമുള്ള ശരീരത്തെ ഉയർത്തുന്നതും നടത്തുന്നതും ആരാണ്? അപ്പം ശരീരത്തിനേക്കാൾ ശക്തി ആർക്ക് വേണം? മനസ്സിന് വേണം. ശരിയല്ലേ? ഇനി ആ മനസ്സ്, അത്രയും ശക്തിയുള്ളൊരു മനസ്സിനെ, അതിനെയും ഉയർത്താൻ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ മനസ്സിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. എത്രയോ, വളരെ ശ്രദ്ധിക്കണേ, എത്രയോ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ബലൂൺ തന്നു ഇരിക്കുക, അതിലേക്ക് നിങ്ങളോട് വായു ഊതാൻ പറഞ്ഞു വരിക. നിങ്ങൾ കുറച്ചൊരു ഫോഴ്സിൽ വായു ഊതിയാലേ അത് നിറയുള്ളൂ, അല്ലേ? താനെ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ വായു പോവോ? വെറുതെ ഒരു പൈപ്പ് വെച്ചാൽ പോവോ? ഫോഴ്സ്ഫുള്ളി പോവോ? ഇല്ല. അതിൻ്റെ ഉള്ളിൽ ചെറിയതായിട്ടൊരു ഫോഴ്സ് ചെയ്യണം.
നിങ്ങളുടെ ശരീരത്തിലേക്ക് വായു പ്രവേശിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ നോസ്ട്രലിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് അത് പ്രവേശിക്കുന്നു, ലങ്സിലേക്ക് അത് പ്രവേശിക്കുന്നുവെങ്കിൽ, അവിടെ ഇരുന്നു കൊണ്ട് ആരെങ്കിലും പുറമേയുള്ള വായുവിനെ ശക്തിയിലുള്ളിലേക്ക് വലിക്കേണ്ടതില്ലേ? വേണ്ട. താനുള്ളിലേക്ക് വായു പ്രവേശിക്കുമോ? നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ. ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നാൽ കുറച്ച് ഫോഴ്സിൽ തന്നെ വേണം ഓക്സിജൻ അയാളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ. താനെ വായു കയറില്ല. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വായുവിനെ വലിച്ചെടുക്കാൻ അത്രയും ശക്തിയിലൊരു ശക്തി ഉള്ളിലിരിക്കുന്നത് കൊണ്ടല്ലേ? ആണോ അല്ലയോ? നേരത്തെ ഞാൻ പറഞ്ഞു, അന്തരീക്ഷത്തിൽ അനവധി ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള വാതകങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഓക്സിജൻ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താനുള്ള അറിവും കഴിവും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിക്കുണ്ടെങ്കിൽ, ശരീരത്തെക്കാൾ മനസ്സിനേക്കാൾ ശക്തി ആർക്കാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ അതിനല്ല ശക്തി കാണുന്നത്, അതിനല്ല അറിവ് കാണുന്നത്. നമ്മൾ കാണുന്നത് നമ്മുടെ ചെറിയൊരു ബുദ്ധിക്കും, നമ്മൾ ശക്തി കാണുന്നത് നമ്മുടെ ശരീരത്തിനാണ്. അതൊക്കെയാണ് നമ്മളെ തളർത്തുന്നത്. ഇനി നമ്മൾ എടുത്തുകൊണ്ട് മനസ്സിനോട് പറയണം, ശരീരമേ നിനക്ക് ശക്തിയില്ല, മനസ്സേ നിനക്ക് ശക്തിയില്ല. ഈ ശക്തിയൊക്കെ തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനല്ലേ. എന്തുകൊണ്ട് നീ ഭഗവാനിലെ ശക്തി കാണുന്നില്ല? അങ്ങനെ അങ്ങോട്ട് മനസ്സിനെ കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്രമേണ മനസ്സ് ആരോട് അടുക്കും? ഭഗവാനോട് അടുക്കും. അങ്ങനെയുള്ളൊരു മനസ്സിന് നല്ല ഒരു ശക്തിയും തോന്നും, കൂടുതൽ ശക്തി. അതുകൊണ്ട് ഈ പരമമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, നാരായണേ ഭഗവതീ തദിതം വിശ്വമാഹിതം ഗൃഹീതമായൊരു ഗുണ സർഗാദവ ഗുണസ്വതാം സൃജാമി തന്നിയുക്തോഹം ഹരേ ഹരതി സദ്വശാം വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിൽ ഇതി തേ വിഹിതം താത യഥേതമനുപൃച്ഛസി നാന്യൽ ഭഗവത കിഞ്ചിൽ ഭാവ്യം സദസദാത്മകം. ഇത് ഭഗവാൻ തന്നെയാണ്. ഈ ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാനെ തന്നെയാണ് മനസ്സിൽ നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ലീലാവിശേഷങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനിലേക്ക്, ആ പരമസത്യത്തിലേക്ക് നാരദരുടെ മനസ്സിനെ എത്തിച്ചുകൊണ്ട് പിന്നീട് ബ്രഹ്മാവ് ഇനി പറയാൻ പോകുന്ന ഭാഗവതത്തെ അങ്ങോട്ട് വളരെ വിസ്തൃതമായി പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഭാഗവതത്തിൽ പറയാൻ പോകുന്നത്? 7ാമത്തെ അധ്യായത്തിലുണ്ടല്ലോ അനവധി ശ്ലോകങ്ങളിലൂടെ ഈ ഭാഗവതത്തിൽ പറയാൻ പോകുന്ന കഥകളെയൊക്കെ സംക്ഷിപ്തമായി ഓർമ്മിപ്പിക്കുകയാണ്. യത്രോദ്യത ചിതലോദ്ധരണായ ബിബ്രൽ ക്രൗഡിം ധനം സകല യജ്ഞമയീമനന്ദാം അന്തർമഹാർണവ ഉപാഗതമാദിദൈത്യം തം ദൃഷ്ടയാദ്രിമിവാം പ്രജ്ജധരോദാര ജാതോരുചേരജനയൽ സ്വയമൻ സ്വയജ്ഞം ആകൂതി സൂരമന അമരാനത ദക്ഷിണായം ലോകത്രയസ്യ മഹതീ മഹരൽ യഥാർത്ഥ്യം സ്വായംഭുവേന മനുനാ ഹരിത്യനുക്ത ജജ്ഞേ ച കർന്ദമഗൃഹേ ദ്വിജദേവഹുത്യാം ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊജേ യദാത്മശമലം ഗുണസംഗമംഗം അസ്മിൻ വിദൂയ കപിലസ്യ ഗതിം പ്രവേദേ. ഇങ്ങനെ വളരെ മനോഹരമായി ശ്ലോകങ്ങളിലൂടെ കഥ പറഞ്ഞു പോവുകയാണ്. 1ാമത്തെ ശ്ലോകത്തിൽ പറയും, ക്രൗഡിം തനും. ക്രൗഡി എന്ന് പറഞ്ഞാൽ വരാഹത്തിൻ്റെ രൂപമെടുത്ത് വന്നിരിക്കുന്ന ഭഗവാന്റെ ആ വരാഹാവതാരം. ചിതിതലോദ്ധരണായ, ഈ ഭൂമി ഉയർത്താൻ വന്ന വരാഹത്തിൻ്റെ കഥ ഈ ഭാഗവതത്തിൽ വരും. പിന്നീട് ജാതു രുചേരജനയൽ സുയമാൻ സുയജ്ഞാം. രുചി പ്രജാപതിക്ക് ആഗോദി ദേവിയിലൂടെ വന്ന സുയജ്ഞൻ്റെ കഥ, ഭഗവാൻ യജ്ഞരൂപനായി വന്നു എന്നുള്ളൊരു കഥ 4ാമത്തെ സ്കന്ധത്തിൽ പറയും. ജജ്ഞേച്ച കർദ്ദമഗൃഹേ ദ്വിജദേവഹൂത്യം. ദേവഹൂതിയുടെ പുത്രനായി വന്ന 9 സഹോദരിമാരുടെ കൂടെ പ്രകടമായ ആരായിരിക്കും? കപിലാവതാരം. ആ കപിലാവതാരത്തെക്കുറിച്ച് പറയാണ്. അത്രേരവത്യം അഭികാംക്ഷദാഹദുഷ്ടോ ദത്തോ മയാഹമിതിയൽ ഭഗവാൻ സദത്ത. അത്രി മഹർഷിക്ക് ഭഗവാൻ തന്നെ രൂപമെടുത്തു വന്നു. ആ ഭഗവാന്റെ രൂപമാണ് ദത്താത്രേയ രൂപം. അത് നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ കാണാം. ഭഗവാൻ തന്നെ പറയുക കഥ. പിന്നീട് അത് കഴിഞ്ഞ് തപ്തം തപോ വിവിധ ലോകശിക്ഷയാമേ ആദോ സനാൽ സതപസ്സു ചതുസ്സനോപുൽ. 4 സന എന്നുള്ള പേരുള്ള 4 പേര്. അവരാണ് സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതൻ. ഇങ്ങനെ 4 പേര്. ധർമ്മസ്യ ദക്ഷതു ഇതരസ്യ ജനസ്യ ജനിഷ്ഠമൂർത്തിയാം നാരായണോ നരത ഇതി സ്വത്തവപ്രഭാവ. ഭഗവാൻ നരനാരായണ ഋഷിയായി വന്നിരിക്കുന്ന കാര്യം
ഓർമ്മിപ്പിക്കുകയാണ്. കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യാ രോഷം ദഹന്തമുദതേന ദഹന്ത്യ സഖ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേതി കാമക്കഥം नु പുനരസ്യ മനസ്രയേത. പിന്നീട് ഭഗവാന്റെ മറ്റൊരു അവതാരം, ഭഗവാൻ ആരായിട്ട് അവതരിച്ചു? കാമം ദഹന്തി കൃതിനോ. ഭഗവാൻ ഈ നരനാരായണ ഋഷിമാരുടെ കഥ പറയാണ്. പണ്ട് എന്താണ്, ദേവസ്ത്രീകൾ വന്നിട്ട് തപസ്സളക്കാൻ നോക്കും. അങ്ങനെ തപസ്സളക്കാൻ സാധിക്കാതെ മനസ്സിനെ അത്രയും ഉയർത്തിയിരിക്കുന്ന അവരുടെ കഥ ഇതിൽ വിസ്തരിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം പിന്നീട് ബാലോപി സന്നുപകസ്തവ മനാസി ദിവ്യാസ്തുവന്തി മനയോ യതുപര്യതസ്ഥാൽ ധ്രുവഗതി കൊടുത്തിരിക്കുന്ന ധ്രുവന്റെ കഥയെ ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിപ്ലുഷ്ടപൗരുഷഭകം നിജയേ പദന്തം തത്രാർത്തിദോ ജഗതി പുത്രപദം ചലേവേ ദുഗ്ധാ വസൂനി വസുധാ സകലാനിയേനേ ദുഗ്ധാ വസൂനി വസുധാ സകലാ